വെൽക്കം ടു മൈ വേൾഡ്. ഈ ഫാൻ ഇല്ലാതെ ഞാൻ മേക്ക് ഓവർ ചെയ്യാൻ പോകുവാണ്. ഇന്ന് കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ ഓൾഡ് സാരി, അതിലും ക്ലാസിക്കൽ ലുക്കുള്ളൊരു സാരി തപ്പിയെടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് മക്കളെ? എങ്ങനെയുണ്ട്? കളാണോ? അപ്പം നമ്മുടെ പെയിൻറ്റ് പണി തുടങ്ങാം. ആദ്യം ഇന്നത്തെ കഥ വരുന്നതായിരിക്കും. പിന്നെ എനിക്ക് ഇതിട്ടിട്ട് കുറച്ച് കുറവുണ്ട് കേട്ടോ. ഈ ഭാഗം കംപ്ലീറ്റ്ലി ആ പൊങ്ങി നിന്നതൊക്കെ മാറി ഈ സാധനം കൂടെ മാറാനുണ്ട്. അതുകൊണ്ട് രോഗങ്ങൾ വരുമ്പോൾ ഡോക്ടേഴ്സിനെ കാണിക്കുക. നമ്മളിപ്പോൾ മോയ്സ്ചറൈസർ ഇട്ടു. ഈ വീഡിയോ എടുക്കുന്ന സമയം വൈകുന്നേരം 6 മണി. അപ്പം നമുക്ക് സൺസ്ക്രീമിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. സണ്ണേറ്റൻ ഉറങ്ങാൻ പോയില്ലേ? അപ്പം നമുക്ക് സൺസ്ക്രീൻ ഒഴിവാക്കാം. എത്രത്തോളം പുട്ടി ഇടുന്നുവോ എത്രത്തോളം പുട്ടി കുറയ്ക്കുന്നുവോ അത്രത്തോളം ആരോഗ്യം. സന്തോർ മനസ്സിലായില്ലേ? ഇപ്പം എടുത്ത് കാണിക്കുന്നുണ്ടല്ലേ. പിന്നെ കുറേ ദിവസമായിട്ട് എൻ്റെ കമ്മൽ കളഞ്ഞു പോയി. അതിൻ്റെ നിരാശയിൽ ഞാൻ വേറെ വാങ്ങാൻ പോയില്ല. അപ്പോൾ ഇന്നത്തെ കഥ എന്താണ്? സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല സുഹൃത്തുക്കളെ. പിന്നെ ഞാനിങ്ങനെ പുട്ടിപ്പണി വെച്ച് മെയിൻറ്റെയിൻ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ വന്നിരിക്കുന്നത്. കഴിഞ്ഞ എൻ്റെ 2 വീഡിയോയും കുറച്ച് റീച്ചായി. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി. ജിമ്മിലൊക്കെ പോകുന്നുണ്ട്, പക്ഷേ ഈ സാധനങ്ങളൊന്നും കുലുങ്ങുക. സെറ്റാക്കണം. അപ്പോൾ ഇന്നത്തെ കഥ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ കഥ 2 സുഹൃത്തുക്കളുടെ കഥയാണ്. 2 സുഹൃത്തുക്കളുടെ കഥ. ഈ സാധനം എങ്ങനെ കവറാവുന്നതെന്ന് നോക്കണം കേട്ടോ. സ്ത്രീകളുടെയൊക്കെ ഒരു കഴിവേ. ഈ സാധനം ഇടുമ്പോൾ തന്നെ അവരത് മറഞ്ഞു പോകുകയാണ്. എനിക്ക് ബ്രഷൊക്കെ ഉണ്ട്, പക്ഷേ ഈ കൈ വച്ച് ഈ തേച്ചിത് സെറ്റാക്കുമ്പോൾ മാത്രമേ എനിക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ കഥ സ്റ്റാർട്ടാക്കാം. ഞാൻ കഥ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ പറയുകയാണ്, അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ കുറേ സൗണ്ടുകൾ നിങ്ങൾ കേൾക്കും. അതൊന്നും മുഖവരിക്കെടുക്കരുത്. അപ്പോൾ നമുക്ക് ഞാൻ പെട്ടെന്ന് കട്ടാക്കിയത് ഒരു ഓട്ടോയുടെ സൗണ്ട് ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് എൻ്റെ വോയിസിനെ ഭയങ്കരമായിട്ട് വൃത്തികേടാക്കും. അപ്പോൾ ഞാൻ പറയാൻ വന്ന കഥയല്ല ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഞാൻ ഒരു ലേഡിയുടെ കഥ, 2 കഥ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇച്ചിരി കൂടി ഭേദമെന്ന് തോന്നുന്നത് ദാറ്റ് ലേഡിയുടെ കഥയാണ്. ഞാൻ ഇൻസ്റ്റ വഴി പരിചയപ്പെട്ടൊരു ചേച്ചിയാണ്. പുള്ളിക്കാരിക്ക് ഒരു 34 വയസ്സുണ്ട്. ഭയങ്കര പ്രായമൊന്നുമല്ല അത്. പക്ഷെ പുള്ളിക്കാരുടെ ഹസ്ബൻഡ് വെരി റീസെൻ്റ്ലി മരിച്ചു. ഒരു 1.5 വർഷമായിട്ടേ ഉള്ളൂ പുള്ളിക്കാരുടെ ഹസ്ബൻഡ് മരിച്ചിട്ട്. അപ്പം പുള്ളിക്കാരി ഇപ്പോൾ 2 മക്കളുണ്ട്. അവരിങ്ങനെ ഒരു കുഞ്ഞ് വാടക വീട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ അവർ വലിയ സിറ്റി പോലത്തെ സ്ഥലത്തല്ല താമസിക്കുന്നത്. അപ്പോൾ ഒരു ഒതുക്കമുള്ള ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഈ ഒതുക്കം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ നാട്ടുപുറം ചുറ്റുപാട് എന്നതാണ് അതിൻ്റെ മീനിങ് കേട്ടോ. അപ്പോൾ ഉള്ളിലോട്ട് അങ്ങനെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവരുടെ വീട്ടിൽ, ബാക്കി ആരുടെ വീട്ടിൽ ആര് വന്നാലും ആൾക്കാർ ശ്രദ്ധിക്കത്തില്ല. പക്ഷെ ഇവരുടെ വീട്ടിൽ ഈ പൈപ്പ് കണക്ഷൻ കൊടുക്കാൻ വരുന്ന ആൾക്കാർ തൊട്ട് ലൈൻമാൻ വരെ വന്നാലും, ഗ്യാസ് കൊടുക്കുന്ന ആൾക്കാർ വന്നിട്ട് തിരിച്ചു പോയാലും ആൾക്കാരുടെ ഒരു ശ്രദ്ധ അവരുടെ വീടിന് നേരെ ഉണ്ട് എന്നതാണ് ചരിത്രം. പുള്ളിക്കാരിക്ക് 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 മക്കളാണ് ഉള്ളത്. അപ്പോൾ ഇവരെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ പുള്ളിക്കാരി ഓട്ടോ പിടിച്ചാണ് പോകുന്നത്. അപ്പോൾ ആ ഓട്ടോ സ്റ്റാൻഡിലെ ചേട്ടന്മാരുടെ കണ്ണ്, അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഈ കണ്ണ് ഈ ചേച്ചിയുടെ പുറകിൽ തന്നെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരി ഒരു ടെക്സ്റ്റൈൽസിലാണ് ജോലിക്ക് പോകുന്നത്. അപ്പം നിർഭാഗ്യവശാൽ ബസ് എങ്ങാനും മിസ്സായി കുറച്ച് ലേറ്റായിട്ട് പുള്ളിക്കാരി വരുവാണെങ്കിൽ ആൾക്കാർക്ക് വേവലാതിയാണ്, ഇവളിതെവിടെയാ പോയത് എന്നുള്ളത്.
ഈ പുള്ളിക്കാരി ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നത് കൊണ്ട് തന്നെ പുള്ളിക്കാരി ആരുടെങ്കിലും ഫോണിൽ സംസാരിക്കുന്നതും പുള്ളിക്കാരിക്ക് ആരെങ്കിലും കോള് വിളിക്കുന്നതോ കുറച്ച് ഒരുങ്ങി നടക്കുന്നതോ കാണുമ്പോൾ ആൾക്കാർക്ക് കുത്തും കൊടയും. എന്താന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് കെട്ടിയവനില്ലല്ലോ. കെട്ടിയവനില്ലാത്ത സ്ത്രീയല്ലേ പൊട്ടു വയ്ക്കാം, പൂച്ചൂടാമോ? കെട്ടിയവനല്ലാത്ത സ്ത്രീയല്ലേ നല്ല സാരി ഉടുക്കാമോ? അങ്ങനെ ചെയ്യാമോ? തെറ്റല്ലേ? കേരളമല്ല, ഇങ്ങനെയൊക്കെ ചെയ്യാമോ? അങ്ങനെയാണ് ആൾക്കാരുടെ ഒരു കോൺസെപ്റ്റ്. ഇതല്ല കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചേച്ചി ഡിപ്രഷൻ അടിച്ച് പണ്ടാറടങ്ങിയത്. വിശക്കൂലേ? കുട്ടികളെ വളർത്തണ്ടേ? നമുക്ക് എഡ്യൂക്കേഷൻ ഇല്ലെങ്കിലും മക്കളെ CBSE സ്കൂളിലെ ഇപ്പോഴത്തെ പാരൻസ് പഠിപ്പിക്കുള്ളൂ. കാരണം നമ്മൾ ഊഞ്ഞാലാടുമ്പോൾ അതൊക്കെ അറിയാലോ. അവർക്കെങ്കിലും നല്ല എഡ്യൂക്കേഷൻ വേണ്ടേ? അപ്പോൾ അവരെ പഠിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? പൈസ വേണം. പൈസ വേണമെങ്കിൽ നല്ലൊരു ജോലി വേണം. നല്ലൊരു ജോലി വേണമെങ്കിൽ 4 പേരുമായിട്ട് ഇൻട്രാക്റ്റ് ആവണം, പുറത്തോട്ട് ഇറങ്ങണം, നല്ല ഡ്രസ്സ് ഇടണം, വെല്ലായിട്ട് നടക്കണം. എങ്കിൽ മാത്രമേ ആൾക്കാർ നമുക്ക് വൃത്തിയുണ്ടെന്നും നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നും നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ളവർക്ക് ഇന്നത്തെ കാലത്ത് ജോലിയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് നമ്മൾ സെറ്റായിട്ട് എടുക്കണ്ടേ? ഇപ്പോൾ പുള്ളിക്കാരി തന്നെ ഡിഫറെൻ്റ് ആവാൻ തുടങ്ങി. ഈ ആൾക്കാരുടെ തേങ്ങയൊക്കെ വെച്ച് ഇരിക്കാൻ തുടങ്ങുവാണെങ്കിൽ ഇരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് പുള്ളിക്കാരിക്ക് മനസ്സിലായി. പുള്ളിക്കാരി ആരെയും മൈൻഡ് വെക്കാതെ കുറച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ടു. 1.5 വർഷം കഴിഞ്ഞപ്പോഴുള്ള സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് മര്യാദയ്ക്ക് നടക്കാൻ തുടങ്ങി. അപ്പോൾ ആൾക്കാർക്ക് കെട്ടിയവൻ ചത്തിട്ട് 1 വർഷം ആയില്ല, അവള് പോണ പോക്ക് കണ്ടോ? അവിഹിതം. തൊട്ടടുത്തൊരു മാമനുണ്ട്. ഈ ചേച്ചിയുടെ വീട്ടിൻ്റെ തൊട്ടടുത്തൊരു മാമൻ 24 മണിക്കൂറും ആ ജനൽ ഇങ്ങനെ തുറന്നു വെക്കും. പുള്ളിക്കാരി പുറത്തിറങ്ങുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഷോ, അവളെന്താ ഡ്രസ് ഇട്ടിട്ട് പോന്നേ? അവളുടെ വീട്ടിൽ ഇന്നലെ ഒരു ചെറുക്കൻ വന്നല്ലോ, അവൻ ഇത്രയും സമയമായിട്ട് പുറത്തിറങ്ങിയില്ലല്ലോ. ഇതൊക്കെയാണ് മാമൻ്റെ ചിന്ത. മാമൻ ഇങ്ങനെ പത്രമാണ്, മാതൃഭൂമി, എല്ലായിടത്തും പോയി. പണ്ടൊക്കെ കുടുംബസ്ത്രീയായിരുന്നു, അങ്ങനെയല്ലേ ആ സാധനത്തിനെ പറയണേ? പക്ഷെ ഈ മാമനാണ് ആ നാട്ടിലെ കുടുംബസ്ത്രീ. അങ്ങനെ മാമൻ നാട് മൊത്തം പോയി പറഞ്ഞു. ഇന്നല്ലേ അവരുടെ വീട്ടിലൊരാൾ വന്നു. ആ ചെറുക്കനുമായിട്ട് ഭയങ്കരമായിട്ട് വർത്താനം പറയാനായിട്ട്. ഞാൻ ചോദിക്കുന്നത്, ആ ചേച്ചി ഭയങ്കര സങ്കടപ്പെട്ടിട്ട് എൻ്റെ അടുത്തത് പറഞ്ഞത്, എനിക്ക് ഒന്ന് ഒരുങ്ങി നടക്കാനോ അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് ഇടാനോ ആരടുത്ത് സംസാരിക്കാനോ പറ്റുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഈ സാധനമൊക്കെ ഉണ്ടാപ്പാ. പക്ഷെ ഉണ്ട്. ആ ചേച്ചി ഇപ്പോൾ സിറ്റി സൈഡിൽ പോയാലും അവിടുത്തെ ആൾക്കാർ ബിസി ആയതുകൊണ്ടായിരിക്കാം ഇവരെ മൈൻഡ് വെക്കാത്തത്. പക്ഷെ ഓൾമോസ്റ്റ് മലയാളികളുടെ ചിന്താഗതി ഇതാണ്. നമ്മൾ എത്ര തന്നെ ഇങ്ങനെയൊക്കെ വളർന്നാലും ഈ ഒരു കാഴ്ചപ്പാട് മാത്രം മാറത്തില്ല എന്നുള്ളതാണ് സത്യം. ഒരു സ്ത്രീയുടെ ഡ്രസ്സ് വെച്ചും അവർ സംസാരിക്കുന്നത് വെച്ചും ആരടുത്തും മിണ്ടുവാണെങ്കിൽ അത് വെച്ചും നമ്മൾ അവരെ ജഡ്ജ് ചെയ്യും. കാരണം നമ്മൾ അങ്ങനെയാണ് മലയാളികൾ. ഈ പ്രത്യേകിച്ച് ഈ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സായ സ്ത്രീകൾ, കല്യാണം കഴിച്ചിട്ട് ഭർത്താവ് മരണപ്പെട്ടു പോകുന്ന സ്ത്രീകൾ, അങ്ങനത്തെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളാകുമ്പോൾ അവർ ദുർബലരാണല്ലോ. അവരെ എന്ത് വേണമെങ്കിലും പറയാമല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഊഫ്, എൻ്റെ അടുത്ത് അങ്ങനെ ആയിരിക്കണം. അടിച്ച് ഞാൻ കൊതുക് പരത്തണൊക്കെ പരത്തിയേനെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഏട്ടായി വന്നിട്ട് ചേച്ചിയെ കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞു. ചേച്ചിക്ക് പിള്ളേരെ എങ്ങനെ ജീവിപ്പിക്കണമെന്ന് പറഞ്ഞത് പണ്ടാറടങ്ങി നിൽക്കുമ്പോഴാണ് ഈ ഒരു സാധനം. അപ്പോൾ ചേച്ചി ഇങ്ങനെ പറയുവാണ്, ഓഫറുകളുടെ ബഹളമാണ്, മനസ്സിലായോ? പുള്ളിക്കാരിക്ക് അത് താല്പര്യമില്ലാന്ന് പുള്ളിക്കാരി കുറേ പറഞ്ഞാലും ആൾക്കാർക്ക് ഇപ്പോൾ പുള്ളിക്കാരി എങ്ങനെയെങ്കിലും കെട്ടിച്ചേർണം. നിനക്ക് അത്രയ്ക്ക് പ്രശ്നമുണ്ടെങ്കിൽ കല്യാണം കഴിക്കും. പറയാതെ അമ്മച്ചിമാർ, ആൻറ്റിമാർ, ചേട്ടന്മാർ, സകലമാന പേർക്കും ഇപ്പോൾ ചേച്ചിയെ കെട്ടിച്ചു വിടണം. ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴാണല്ലോ ചേച്ചി എല്ലായിടത്തും മിണ്ടുമ്പോൾ ഇവർക്കൊക്കെ വ്യഗ്ലത വരുന്നു. അപ്പോൾ കല്യാണം കഴിച്ചാൽ പ്രശ്നമില്ല. അതെന്താണ്? ഒരാണിന് ഒരു പെണ്ണിൻ്റെ കൂടെ നിന്നാൽ മാത്രമേ പെണ്ണിന് കോൺഫിഡൻസ് കിട്ടുള്ളൂ. അല്ല, അങ്ങനെയാണോ സിസ്റ്റം? ഇവർ ചേർന്നിരുന്നാൽ മാത്രമേ ഈ കോൺഫിഡൻസ് ഉള്ളൂ.
ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അവർക്ക് കെട്ടിയും ചത്തുപോയി അവർ ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന് തീരുമാനിക്കുന്ന അവരല്ലേ. പ്രസവിച്ച് വീഴുമ്പോൾ അപ്പനും അമ്മയും നോക്കണം, അത് കഴിയുമ്പോൾ കെട്ടിയോ നോക്കണം, അതിൻ്റെ ഇടയിൽ കുണിഷ്ട ആങ്ങളമാരുണ്ട്, അവന്മാർ നോക്കണം, അത് കഴിയുമ്പോൾ കെട്ടിയന്മാർ നോക്കണം, കെട്ടിയന്മാർ കഴിയുമ്പോൾ കുട്ടികൾ നോക്കണം. അപ്പോൾ അവരവർക്ക് വേണ്ടി ഇപ്പോൾ ജീവിക്കും. ഇത്രയും പേർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അവരെങ്ങനെ ജീവിക്കും? കൊതുവും കടിക്കുന്നു. എന്നെ റൗഡി റങ്കമ്മയാക്കരുത്. ഞാൻ സിമ്പിളായിട്ട് ചോദിക്കുക, സ്ത്രീകൾക്ക് അവരവരായിട്ട് ജീവിക്കാനുള്ള അവകാശമില്ലേ? എന്താപ്പാ അങ്ങനെ ഒരു സിസ്റ്റം? ഞാൻ ജീവിക്കും. അങ്ങനെ ഞാൻ ചേച്ചിയുടെ അടുത്ത് ഇതൊക്കെ പറഞ്ഞു കൊടുത്താലും ഞാൻ പറയുന്ന കഥയൊന്നും വില പോകത്തില്ലല്ലോ. നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ചേച്ചി ആകെ ഒരു ജീവിതമേ ഉള്ളൂ, അതിപ്പോൾ നമുക്ക് വല്ല രോഗവും വന്നാൽ ഒരു പട്ടിയും നോക്കാനില്ല, ഈ പറയുന്ന മക്കൾ പോലും നോക്കത്തില്ല. നോക്കണവരുണ്ടാവും, ഇല്ല എന്നൊന്നും പറയില്ല. തീർന്നു പോകാനുള്ളതേ ഉള്ളൂ. ചെറിയ ജീവിതം നമുക്കിഷ്ടം. കല്യാണം കഴിക്കണ്ടേ? കല്യാണം കഴിക്കണ്ട. എന്തിനാടാ കല്യാണം കഴിക്കണ്ട? ഫ്രീ ആയിട്ട് കൊടുക്കടാ. അപ്പൊ കല്യാണം കഴിക്കണോ? കല്യാണം കഴിച്ചോളൂ, കല്യാണം കഴിച്ചോളൂ. പനി വരുമ്പോൾ കൂട്ടുന്ന ഒരാളുണ്ടാവും എന്ന് വിചാരിക്കരുത്. കാണൂല തെണ്ടികൾ. പട്ടി. അപ്പൊ കല്യാണം കഴിച്ചോളൂ. നിങ്ങൾക്കിഷ്ടമുണ്ടോ? നിങ്ങൾ എന്ത് വേണേലും ചെയ്യേ. അടുത്തവൻ എന്ത് പറഞ്ഞു, ഇവൻ എന്ത് പറഞ്ഞു, അവൻ എന്ത് പറഞ്ഞെന്നൊക്കെ വിചാരിച്ചിട്ട് ജീവിക്കാൻ നിൽക്കണമെങ്കിൽ മൂഞ്ചി പോകും. അതുകൊണ്ട് നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് വിചാരിച്ചത്. അപ്പോൾ എനിക്ക് ഈ ചേച്ചിയുടെ അടുത്തും പറയാനുള്ളത്, ഈ കണ്ട കണ്ണാപ്പികൾ കട തുറന്നു വെച്ച് പലതും പറയും, വീട് തുറന്നു വെച്ച് എല്ലാം പറയും, കുരുട്ട് തള്ളന്മാരുണ്ടാവും, അവരും വല്ലതും പറയും. നമ്മളെ അറിയാലോ. നമ്മളെന്തിനാ ഈ മറ്റുള്ളവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത്? നിങ്ങൾക്കൊരു വീട് പണിയണം, നിങ്ങൾ ഇവരുടെയൊക്കെ സ്വഭാവ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ബാങ്കിൽ കൊണ്ട് കൊടുത്താൽ ലോണ് കിട്ടുമോ? ഇല്ല. ഒരു കാറ് വാങ്ങണം, ഇവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുത്താൽ ലോണ് കിട്ടുമോ? ഇല്ല, കിട്ടില്ല. അപ്പോൾ ഉള്ള ഒരേ ഒരു ജീവിതം ഈ കണ്ട അലവലാദികളുടെയൊക്കെ സ്വഭാവ സർട്ടിഫിക്കറ്റ് വാങ്ങാതെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കൂ. മക്കൾ വളർന്നു വരുമ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് മനസ്സിലാവും, അവരത് ഉൾക്കൊള്ളും. ഇൻ കേസ് അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട. നിങ്ങൾക്ക് ആരുടെങ്കിലും സംസാരിക്കൂ. തമാശ പറയണം, തമാശ പറയും. നല്ല ഡ്രസ്സിട്ട് കിടക്കണം, നല്ല ഡ്രസ്സിട്ട് കഴിക്കും. നടക്ക്. പുറത്ത് പോകണം, പുറത്ത് പോക്കോ. നല്ല ഫുഡ് കഴിക്കണം, കഴിക്ക്. എന്തിനാ? കെട്ടിയവൻ ചത്താ ചത്ത്. ആരെങ്കിലുമൊക്കെ മാറ്റണ്ടേ? അപ്പൊ ഇന്നത്തെ കാര്യം ഈ എല്ലാരെയും പേടിച്ച് ജീവിച്ച് ഈ സാധനം ആരും മാറ്റാതിരുന്ന എല്ലാ പെണ്ണുങ്ങളും ഇത് തന്നെയല്ലേ ചെയ്യുള്ളൂ. എൻ്റെ ഇല്ലാത്ത കെട്ടിയവരെ ഞാൻ കൊല്ലും, നോക്കിക്കോ. എന്നിട്ട് ഇനി സന്തോഷമായിട്ട് നടക്കും. ഉള്ള പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ മലയാളി മങ്കയായിരുന്നു, മങ്കാരംഗമ്മ. ഈ സാരി നല്ല ഫ്ലീറ്റൊക്കെ എടുത്ത് ഇങ്ങനെ ഒതുക്കി സെറ്റാക്കിയൊക്കെ കൊടുത്താൽ ഭയങ്കര അടിപൊളിയായിരിക്കും. പക്ഷെ എനിക്കതിനുള്ളൊരു കഴിവില്ല. ഞാൻ സാരി ഉടുക്കുമ്പോൾ എല്ലാവരും പറയും, മോളെ കാണാൻ സാരി ഉടുക്കുമ്പോൾ സുന്ദരിയായിട്ടുണ്ടാവും. പക്ഷെ എന്ത് ചെയ്യാനാ? എനിക്ക് അങ്ങനെ കേൾക്കുന്നത് ഇഷ്ടമല്ല. ആരും എന്നെക്കുറിച്ച് നല്ലത് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല ഗായ്സ്. കാരണം 2 സെക്കൻഡ് കൊണ്ട് ഈ തെണ്ടികൾ മാറ്റി പറയുന്നേ. അതുകൊണ്ട് എനിക്കിഷ്ടമല്ല. ഞാൻ വയറിലെങ്ങാനും ആവുകയാണെങ്കിൽ, പണ്ട് ഞാൻ 2ാം ക്ലാസ്സിൽ അപ്പുറത്തെ 3ാം ക്ലാസ്സിലെ ബാലിച്ചേട്ടനെ വായി നോക്കിയത് തൊട്ട് കഴിഞ്ഞ ആഴ്ച ഓട്ടോക്കാരൻ ചേട്ടൻ കൊള്ളാന്ന് പറഞ്ഞത് വരെ വൈറലാവും. അങ്ങനത്തെ തെണ്ടി മലയാളികളാണ്. അപ്പൊ പറ, ഞാൻ എങ്ങനെയുണ്ട്? കുണ്ടി വെക്കാൻ വേണ്ടി ജിമ്മിൽ പോയതാ, അപ്പൊ ഉള്ളയൊക്കെ പോയോ. അപ്പൊ സുന്ദരിയല്ല ഗായ്സ്. രാത്രി ആയതുകൊണ്ട് പൂവും പൊട്ടൊന്നും വലുതായിട്ട് വെക്കുന്നില്ല ഗായ്സ്. ഉള്ളത് കൊണ്ട് കരണ്ട് പോയി.